വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ SSLC മക്കൾക്ക് വേണ്ടിയിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന വേറൊരു ചോദ്യമാണ്. അവരെ പരീക്ഷകളിരിക്കുമ്പോൾ ഈ ചോദ്യം എന്തായാലും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പോൾ ഒരു 4 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആയിട്ട് എന്തായാലും ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നൊരു പോർഷൻ ഉണ്ടാവും. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ആകട്ടെ എന്ന് കരുതിയിട്ട് ടീച്ചർ നിങ്ങൾക്കിത് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോണം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 3-ാം എസ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ 2 സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല. ഇതേ തുടർന്ന് 1789 ജൂൺ 17 എങ്ങനെയാ മക്കളെ? എന്നാണ് 1789 1789 മറക്കല്ലേ ഡേറ്റ്. 1789 ജൂൺ 17-ാം തീയതി 3-ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തു. ഉപരിസഭകളുടെ പിന്തുണയോടെ ലൂയി 16-ാമൻ ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചിടുകയും പട്ടാളക്കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 20 യാങ് സിൽവിയൻ ബൈലി, അബ്ബേസിയസ് മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ 3-ാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോവുകയില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത് പിൽക്കാലത്ത് അറിയപ്പെട്ട പേരെന്താണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ആധാരമായിട്ടുള്ള ഒരു ഉടമ്പടി തന്നെയാണ് ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്.